മെയ് 21 ആൻറ്റി ടെററിസം ഡേ. ഈ ദൈവത്തിന് പറ്റിയ വലിയൊരു അബദ്ധം ആലോചിച്ചിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ടാവും. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പലപ്പോഴും എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് മനുഷ്യൻ എന്നാണ്. അപ്പോൾ പലപ്പോഴും ദൈവത്തെ പോലെ മനുഷ്യനെ പരസ്പരം കാണേണ്ടതിന് പകരം ഇപ്പോൾ ദൈവത്തിന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് മനുഷ്യന് പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മതങ്ങൾക്ക് വേണ്ടിയും ജാതികൾക്ക് വേണ്ടിയും ജാതിക്കതീതവും മതങ്ങൾക്കതീതവുമായി ചിന്തിക്കേണ്ട മനുഷ്യൻ തന്നെ എപ്പോഴും അതിനെതിരെ തന്നെ പടവെട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ ചിന്തിക്കുന്നില്ല മനുഷ്യനെതിരെയാണ് പടവെട്ടുന്നതെന്ന്. അവൻ വിചാരിക്കുന്നത് കുറേ ആൾക്കാരെ കൊന്നൊടുക്കുമ്പോൾ തൻ്റെ ജാതി അല്ലെങ്കിൽ തൻ്റെ മതം വളർത്തിയെടുക്കാമെന്നാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊന്നൊടുക്കിയെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ലോകത്തിൽ ആ വിഭാഗം വളരുന്നതല്ലാതെ കൊന്നൊടുക്കിയ ആൾക്കാർ വളർന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് വെറും ഒരു മോശം പ്രവർത്തനമല്ലേ? ഒരിക്കലുമില്ല. ഒരിക്കലും നമുക്കത് അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല. ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കാനും പറ്റത്തില്ല. ആരാണോ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ആ വിഭാഗം എപ്പോഴും ഉയർന്നു വരാൻ സാധ്യത കൂടുകയുള്ളൂ. അവരോടായിരിക്കും മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൂടുതൽ സഹാനുഭൂതി ഉണ്ടാകുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ സ്ത്രീകളെ ഉൾപ്പെടെ സാധാരണക്കാരെ എത്ര പേര് നമ്മൾ കൊന്നൊടുക്കുന്നു. ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ തോക്ക് ചൂണ്ടി കൊല്ലുന്നു. ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അമ്മയും മക്കളെയും കൊന്നൊടുക്കുന്നു. ഇതുകൊണ്ട് എന്താ കിട്ടുന്നത്? ഇങ്ങനെ ഒരു മതത്തെ വളർത്തിയെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു മതം കൂടുതൽ ആർജവത്തോടുകൂടി ഉണർന്നു വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മതവും ജാതിയും രാഷ്ട്രീയവും അതിനപ്പുറത്ത് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന ഒരു വലിയൊരു സങ്കല്പം, വലിയൊരു യാഥാർത്ഥ്യം എപ്പോൾ നമ്മൾ ചിന്തിക്കുന്നോ അവിടെ മാത്രമേ നമുക്ക് നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഉയർന്നു വരാൻ കഴിയൂ. ഒരു രാഷ്ട്രത്തെ രാഷ്ട്രീയമായി ചിന്തിക്കാതെ അത് മാനുഷികമായി പരിഗണിക്കുന്ന സ്ഥലത്താണ് എപ്പോഴും ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പല വാർത്തകളിലും കാണാറുണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി തുകയാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി, യുദ്ധങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന തുക. ആ തുക എപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി മാറ്റി വച്ചിരുന്നെങ്കിൽ ഈ ഭൂമി എന്നേ സ്വർഗതുല്യമാകുമായിരുന്നു. അപ്പോൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നത്. മനുഷ്യനും ദൈവവും തന്ന ആ വിഭവങ്ങൾ മാക്സിമം മനുഷ്യന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നതിന് പകരം തിരിച്ചാണ് നടക്കുന്നത്. എന്ത് ഗുണം? ഒരു വിഭാഗം മുഴുവനായിട്ടും മറ്റൊരു വിഭാഗത്തെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ആലോചിക്കും വലിയ വിഷമം തോന്നുന്നുണ്ട്. ഇനിയും നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ പരസ്പരം വളർത്തപ്പെടേണ്ടിയിരിക്കുന്നു. സ്നേഹവും സഹാനുഭൂതിയും എത്രയോ മുകളിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളെപ്പോഴോ മതിയാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്ക് പലപ്പോഴും കഴിയാതെ വരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ആൾക്കാർ എവിടെയോ സുഖമായും സുസ്ഥിരമായും വാഴുന്നു. ചെയ്യുന്നവരെപ്പോഴും അതിൻ്റെ മുൻപിൽ നിൽക്കുന്നവരെപ്പോഴും അതിൻ്റെ പട്ടാളക്കാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരായിരിക്കും. അവരിപ്പോഴും വേദനയോടെ ജീവിക്കുന്നു, വേദന തിന്ന് ജീവിക്കുന്നു. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ ഒരു കുടുംബമാണ് 4-5 പേരാണ് ഒന്നിച്ചില്ലാതാകുന്നത്. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല? ഒരു കുഞ്ഞു പോലും മരിച്ചു വീഴുമ്പോൾ ആ കുടുംബമാണ് ഇല്ലാതാകുന്നത്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? നമുക്കൊരിക്കലും ഇതൊക്കെ പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടുവെന്നോ പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ശ്രമിക്കാം, നമ്മുടെ ഉള്ളിലെങ്കിലും ശ്രമിക്കാം. പരസ്പരം മതത്തിനതീതമായി, ജാതികൾക്കതീതമായി, രാഷ്ട്രീയത്തിനതീതമായി കൂടുതൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ, ഒത്തിരി ഉയർന്ന രീതിയിൽ ചിന്തിക്കാൻ, ഇനിയും നന്നായിട്ട് മുൻപോട്ട് കടന്നു വരാൻ ഓരോരോ നമ്മുടെ ഉള്ളിൽ തന്നെ വികസന പ്രവർത്തനങ്ങളും കുടിയിരുത്തലുകളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. ടെററിസം ഒരു പ്രോത്സാഹനമായി കാണാതെ ടെററിസത്തിനെ എങ്ങനെ നമുക്ക് അടിച്ചമർത്താം, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സഹോദരനെ സഹാനുഭൂതിയോടുകൂടി കാണാനായിട്ട്, അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളും അവനും എപ്പോഴും ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് നിന്നുകൊണ്ട് ജാതി മത രാഷ്ട്രീയ വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി വളരാനായിട്ട് ശ്രമിക്കാം.
താങ്ക് യു വെരി മച്ച്. DR Tech Homes Private Limited, Trivandrum, an archway to future.